ഹലോ ഫ്രണ്ട്സ്, സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഗിരിയുടെ വീട്ടിൽ പ്രകാശും കുടുംബവും തമ്മിലുള്ള സംഭാഷണം ആണ് കാണിക്കുന്നത്. ജയിലിൽ നിന്നിറങ്ങി ഗിരിയുടെ വീട്ടിലെത്തിയ പ്രകാശ് ശ്വാസം മുട്ടുന്നതായും വിശക്കുന്നതായും അഭിനയിക്കുന്നുണ്ട്. ഗിരി പറയാണ്, ദാ നീ ഇരിക്കാതെ ഇവിടെയൊന്നും പോകാൻ നോക്ക്. നിന്റെ സംസാരം ഇവിടെ ആർക്കും കേൾക്കണ്ട, നിന്റെ കാര്യങ്ങളും കേൾക്കേണ്ട. ഇത് കേട്ട പ്രകാശ് പറയാണ്, ഗിരീഷേട്ടാ അങ്ങനെ പറയല്ലേ, ഒന്ന് എന്നെ ഇരിക്കാനെങ്കിലും വിട്, എനിക്ക് ശ്വാസം മുട്ടുന്നു. അപ്പച്ചിയുടെ കൈകൊണ്ട് എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ? എനിക്ക് നന്നായി വിശക്കുന്നു. ജയിലിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം ഞാനൊന്നും കഴിച്ചിട്ടില്ല. നേരെ ഇങ്ങോട്ടാ വരുന്നേ. അവിടെ നിന്നും വീട്ടിൽ എന്നെ കയറ്റിയില്ല. അപ്പച്ചി എനിക്ക് കുറച്ച് ഭക്ഷണം തരുമോ? ഇത് കേട്ട ഗിരി പറയാണ്, ഭക്ഷണവുമില്ല ഒന്നുമില്ല. ദേ അമ്മേ, ഇവന്റെ വാക്ക് കേട്ട് അകത്തേക്ക് കയറ്റി നിർത്തല്ലേ. അമ്മ പറയാണ്, എടാ ഗിരി, അത് പിന്നെ കുറച്ച് ഭക്ഷണമല്ലേ, ഭക്ഷണം കഴിക്കാനുള്ള പൈസ ഇവന്റെ കയ്യിൽ കൊടുത്താൽ മതി. അങ്ങനെ അമ്മ പറയാണ്, നീ വാ മോനെ. രജനി പറയാണ്, ഭക്ഷണം കഴിച്ചിട്ട് പോയിക്കോട്ടെ ഗിരി. ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ രജനി ഗർഭിണിയാണെന്ന വിവരം അമ്മ പ്രകാശിനോട് പറയുന്നുണ്ട്. അവൾക്ക് ഇവിടേക്ക് ഒരു കുഞ്ഞിക്കാല് വരാൻ പോവുകയാണ്. രജനി പ്രഗ്നന്റ് ആണ്. ഗിരി ഒരച്ഛനാകാൻ പോകുന്നു. പ്രകാശ്, മനസ്സ് നിറഞ്ഞ് ഞാൻ സന്തോഷിക്കുന്നു. ഇത് കണ്ടില്ലേ എൻ്റെ കണ്ണിൽ കണ്ണീര് വരുന്നത്? ഇത് കേട്ട് ഗിരി പറയാണ്, ദേ നീ എൻ്റെ അഭിനയമൊന്നും എന്നും വേണ്ട, സന്തോഷമൊക്കെ ഞങ്ങൾ ആഘോഷിച്ചോളാം. നീ ഇവിടെ നിന്നും കഴിച്ചിട്ട് പോകാൻ നോക്ക്. മതി, എഴുന്നേൽക്ക്. പ്രകാശ് പറയാണ്, രജനി ചേച്ചി, എനിക്ക് ചേച്ചിയോടാണ് മാപ്പ് ചോദിക്കാനുള്ളത്. ചേച്ചിയുടെ കുടുംബത്തിൽ അംഗത്തിനെയല്ലേ ഞാൻ ഇല്ലാതാക്കിയത്. ഇത് കേട്ട രജനി പറയാണ്, അത് പിന്നെ ഇനി സംസാരിച്ചിട്ട് കാര്യമില്ലല്ലോ. അല്ല ചേച്ചി, പിന്നെ എല്ലാവർക്കും സുഖമല്ലേ? നന്ദനെ കാണുന്നില്ല. അവൻ മറഞ്ഞു നിൽക്കുകയാണോ മാറി നിൽക്കുകയാണോ എന്നറിയില്ല എന്ന് പ്രകാശ് പറയുന്നു. ഗിരി പറയാണ്, അയ്യോ എന്തു പറ്റി, എന്താ പ്രശ്നം? അതൊക്കെ പോലീസും കാര്യങ്ങളും ഒക്കെ നോക്കിക്കോളും, ഞങ്ങളും നോക്കിക്കോളാം. നീ ഇവിടെ നിന്ന് പോകാൻ നോക്ക്. ഇത് കേട്ട പ്രകാശ് പറയാണ്, ഓ ഗിരീഷേട്ടന് ഞാൻ ഇവിടെ നിന്നും എങ്ങനെയെങ്കിലും പോയാൽ മതിയല്ലേ. ഇത് കേട്ട ഗിരി, ആ അതെ, അത് തന്നെയാണ് എൻ്റെ മനസ്സിൽ. അമ്മ പറയാണ്, ഗിരി നീ ഒന്നും മിണ്ടാതിരിക്കേ. അമ്മയെ ഇവന് വിശ്വസിക്കേണ്ട. രജനി, അല്ല നീ എന്താ എന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണമെന്ന് പറഞ്ഞത്? പ്രകാശ്, ചേച്ചി അത് പിന്നെ ഞാനല്ല ഈ മീരയെ കൊന്നത്. നീ അല്ലെങ്കിൽ പിന്നെ ആരാടാ? എഴുന്നേൽക്കണം ഇവിടുന്ന്. കോടതിയിൽ വെച്ച് നീ എല്ലാം ബോധ്യപ്പെടുത്തിയാൽ മതി. നീ ഇനി ഇവിടെ ഒന്നും പറയാൻ നിൽക്കേണ്ട. ഇത് കേട്ട പ്രകാശ് പറയാണ്, ഗിരീഷേട്ടാ എന്നെ വിശ്വസിക്കണം, ഞാനല്ല മറ്റാരോ ആണ് മീരയെ കൊന്നത്. രജനി, നീ അല്ലെങ്കിൽ മറ്റാര്? പ്രകാശ്, ചേച്ചി ഞാൻ സ്നേഹിച്ച പെണ്ണാണ് മീര. ആ മീരയെ ഞാൻ കൊല്ലുമോ? ഇല്ല, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യില്ല. ഗിരി പറയാണ്, ദേ മതി, നിന്റെ നാടകം നിർത്ത്. അമ്മ, ഗിരി ഒന്ന് പറയട്ടടാ. പ്രകാശ്, ചേച്ചി ഇവരെല്ലാവരും നല്ലവരാണ്. ഈ വീട്ടിലേക്ക് ചേച്ചിക്ക് വരാൻ കഴിഞ്ഞത് വലിയ പുണ്യം. ഇവിടെ ഗിരീഷേട്ടൻ പറയുന്നത് പോലെ നന്നല്ലാത്തതായിട്ട് ഒരേ ഒരാൾ ഉണ്ടായിരുന്നുള്ളൂ, അത് ഞാനാണ്. ഇപ്പോൾ കൊലയാളിയുമായി. പക്ഷേ ആ കൊലപാതകം ഞാൻ ചെയ്തിട്ടില്ല. അമ്പലത്തിൽ വെച്ച് ദേവികയും പ്രഭാവതിയും തമ്മിലുള്ള സംഭാഷണമാണ് അടുത്ത രംഗത്തിൽ കാണിക്കുന്നത്. നന്ദന്റെ ജന്മദിനത്തോട് അനുബന്ധിച്ച് ദേവിക അമ്പലത്തിൽ വഴിപാടുകൾ നടത്തുമ്പോൾ പ്രഭാവതി അവിടേക്ക് വരുന്നു. ദേവിക പറയാണ്, അമ്മേ നന്ദന്റെ ബർത്ത്ഡേ അല്ലേ നാളെ, അപ്പോൾ അതിനുള്ള വഴിപാടുകളൊക്കെ കഴിക്കാനായിട്ട് പറയുമായിരുന്നു. അമ്മ നാളെ ക്ഷേത്രത്തിലേക്ക് വരില്ലേ? ഇത് കേട്ട പ്രഭാവതി പറയാണ്, ഞാൻ എവിടേക്കും വരുന്നില്ല. ഏത് ദൈവങ്ങളും എൻ്റെ പ്രാർത്ഥനയ്ക്ക് മുന്നിൽ കണ്ണു തുറക്കുന്നില്ല. ഞാൻ പിന്നെ എന്തിനാ വരുന്നേ? എൻ്റെ മോനിപ്പോൾ എന്ത് സംഭവിച്ചതോ എന്തോ, എവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നോ, ആരുടെ കീഴിലാണോ എന്തോ ഒന്നും അറിയുന്നില്ല. അവൻ്റെ ബർത്ത്ഡേ എപ്പോഴും ആഘോഷിച്ചിട്ടേ ഉള്ളൂ. കേക്ക് മുറിച്ചും പാട്ടുപാടിയും ഉല്ലസിച്ചും ഇവിടെ ഒരു ആഘോഷമായിരുന്നു. ഇപ്പോൾ എൻ്റെ മകൻ ഭക്ഷണം കഴിച്ചോ എന്ന് പോലും എനിക്കറിയില്ല. ഇനിയിപ്പോൾ അവൻ ജീവനോടെ? ഇത് കേട്ട് ദേവിക പറയാണ്, അമ്മേ നിർത്ത്. പ്രഭാവതി, ഇല്ല, നിങ്ങൾക്കാർക്കും അവനെ കണ്ടെത്തുന്നതിൽ യാതൊരു ആത്മാർത്ഥതയുമില്ല. പക്ഷേ ഞാൻ അവനെ പ്രസവിച്ചതല്ലേ, എനിക്കുള്ള വേദന നിങ്ങൾക്കാർക്കും ഉണ്ടാവില്ല. എൻ്റെ വേദന നിങ്ങൾക്കാർക്കും മനസ്സിലാവാനും പോകുന്നില്ല. ഇത് കേട്ട ദേവിക, അമ്മ എൻ്റെ ആത്മാർത്ഥതയെ ചോദ്യം ചെയ്തുകൊണ്ട് ഇന്നലെ എൻ്റെ അമ്മയെ വിളിച്ചിരുന്നു അല്ലേ? പക്ഷെ അമ്മേ, ഞാൻ എൻ്റെ നന്ദുവിനെ തിരയുന്നത് ആത്മാർത്ഥതയോട് കൂടി തന്നെയാണ്. അതിനിപ്പോൾ എനിക്ക് എങ്ങനെയാ ബോധ്യപ്പെടുത്തേണ്ടതെന്ന് അറിയുന്നില്ല. ഒരു കാര്യം ഞാൻ പറയാം, എന്നെക്കൊണ്ട് കഴിയുന്നതൊക്കെ ഞാൻ ചെയ്യുന്നുണ്ടമ്മേ. പ്രഭാവതി, ഇല്ല, നീ ഒന്നും ചെയ്യുന്നില്ല. ഒരു MLAക്ക് ചെയ്യാൻ പറ്റുന്ന പ്രവൃത്തികളാണോ നീ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അല്ല. അതുകൊണ്ട് എൻ്റെ മുന്നിൽ നിന്നും നീ അഭിനയിക്കേണ്ട. ഇത് കേട്ട ദേവിക, ഇപ്പോൾ അമ്മയ്ക്ക് എന്താ വേണ്ടേ? പൂജകളൊക്കെ നിർത്തണം, അത്രയല്ലേ ഉള്ളൂ. നിർത്താം. പ്രഭാവതി, വേണ്ട, ഒന്നും മാറ്റിവെക്കേണ്ട, എല്ലാം ചെയ്തോട്ടെ. ഞാൻ ദൈവത്തിനെ നിന്ദിച്ചതല്ല,
മറിച്ച് എൻ്റെ വിഷമം പറഞ്ഞതാണ്. അതാർക്കും മനസ്സിലാകുന്നില്ല. അടുത്ത രംഗത്തിൽ അരുന്ധതിയും മന്ത്രിയും തമ്മിലുള്ള ഫോൺ സംഭാഷണമാണ് കാണിക്കുന്നത്. കാണാതായ മകൻ ഋഷിയെ കണ്ടെത്താൻ അരുന്ധതി മന്ത്രിയെ വിളിച്ച് സഹായം അഭ്യർത്ഥിക്കുന്നു. മന്ത്രി പറയാണ്, ആ മേഡം, എന്താ ഋഷിയുടെ കാര്യത്തിൽ എന്താ ഈ തീരുമാനം? ഓ മേഡം, സത്യം പറഞ്ഞാൽ മടുത്തു. ഈ കുടുംബകാര്യങ്ങൾ കേട്ട് മടുത്തു. ചന്ദ്രോത്ത് വീട്ടിൽ നിന്ന് നന്ദനെയും കാണുന്നില്ല. ഇവിടെയാണെങ്കിലോ മേഡത്തിന്റെ മോനെ കാണുന്നില്ല. ആദ്യം മേഡത്തിന്റെ മോനെ കാണാതായിട്ട് പിന്നീട് പോലീസിന്റെ അന്വേഷണം ഊർജിതമായപ്പോൾ അന്വേഷണം വേണ്ട, ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞു. ഇനിയിപ്പോൾ എന്തു പറ്റി? ഇപ്പോൾ ഞങ്ങളുടെ ആവശ്യം വന്നെന്ന് ചോദിച്ചാൽ? അരുന്ധതി പറയാണ്, എൻ്റെ മോൻ ഋഷിയെ കാണാത്തതിൻ്റെ പേരിൽ ഞാൻ കേസ് കൊടുത്തിരുന്നു. പക്ഷേ പോലീസിന്റെ ഭാഗത്തു നിന്നും യാതൊരു നീക്കവും ഇല്ലാതെ ആയപ്പോൾ മടുത്തിട്ടാണ് വേണ്ട എന്ന് പറഞ്ഞത്. പക്ഷേ എനിക്കിപ്പോൾ എൻ്റെ മോനെ കിട്ടണം. നിങ്ങൾക്ക് കിട്ടണം എന്ന് പറയുമ്പോൾ കിട്ടണം, വേണ്ട എന്ന് പറയുമ്പോൾ വേണ്ട. ഇപ്പം ചന്ദ്രോത്ത് വീട്ടുകാർക്ക് നന്ദനെ കാണാതായിട്ടുണ്ട്. അതുകൊണ്ട് പരസ്പരം രണ്ടാളും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് അന്വേഷിച്ചു നോക്ക്, രണ്ടുപേരെയും കിട്ടും. അരുന്ധതി, എന്താ മന്ത്രി കളിയാക്കുകയാണോ? മന്ത്രി പറയാണ്, കളിയാക്കുന്നതല്ല. മന്ത്രിസഭയിൽ മറ്റു പല ജോലികളുമുണ്ട്. നിങ്ങളുടെ കുടുംബകാര്യം തീർക്കുന്നതല്ല. ഇന്നലെ ദേവിക വന്നിരുന്നു. നന്ദനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് ആകെ ഭ്രാന്തി പിടിക്കുന്ന അവസ്ഥയാ. അരുന്ധതി, ഓ, ഈ ഭ്രാന്ത് പിടിക്കലൊന്നും സംഭാവന ചോദിച്ചു വരുമ്പോഴും മന്ത്രിയുടെ മരുമകന് എസ്റ്റേറ്റ് പിറന്നാൾ സമ്മാനമായി കൊടുക്കണമെന്ന് പറഞ്ഞു വരുമ്പോഴൊന്നും ഉണ്ടായിരുന്നില്ലല്ലോ. എൻ്റെ കയ്യിൽ നിന്നും കുറെ വാങ്ങിയതല്ലേ. ഇത് കേട്ട മന്ത്രി പറയാണ്, അതിനൊക്കെ വേണ്ടി പാർട്ടി മേഡത്തിനൂടെ പ്രവർത്തിച്ചിട്ടുണ്ടല്ലോ. വെറുതെ ഒന്നും വാങ്ങിയിട്ടില്ല. പിന്നെ ഇനി ഇത് പറഞ്ഞ് ദയവ് ചെയ്ത് മേഡം വിളിക്കേണ്ട. മേഡത്തിൻ്റെ മോൻ എങ്ങോട്ടെങ്കിലും പോയി കാണും. അവൻ തിരിച്ചു വന്നോളൂ. അരുന്ധതി, ഓ, അപ്പോൾ താനെന്താ ഉദ്ദേശിക്കുന്നേ? സഹായിക്കില്ല എന്നാണോ? മന്ത്രി പറയാണ്, അതെ മേഡം, തീർത്തും അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. സഹായിക്കാൻ കഴിയില്ല. കാരണം മടുത്തു കേട്ട് കുടുംബകാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ പറ്റാത്ത കാര്യങ്ങളെ. തുടർന്ന് മന്ത്രി ഫോൺ കട്ട് ചെയ്തതിനു ശേഷം അരുന്ധതി CPയോട് സംസാരിക്കുകയാണ്. CP ചോദിക്കുകയാണ്, എന്താ മന്ത്രി പറഞ്ഞത്? അരുന്ധതി മറുപടി പറയാണ്, എന്തു പറയാൻ, അയാൾ കൈയൊഴിഞ്ഞു. അയാൾ പറയുന്നത് കുടുംബകാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വരരുത് എന്നാണ്. ഞാനിനി ഇപ്പോൾ ഏത് വാലയിൽ പോയി തട്ടും? ആകെയുള്ള പ്രതീക്ഷയായിരുന്നു ഈ മന്ത്രി. അയാളും എൻ്റെ മുന്നിൽ വാതിലടച്ചു. ഇനി ഋഷിയെ കണ്ടെത്താനായിട്ട് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്ത എപ്പിസോഡിനായി എല്ലാവരും കാത്തിരിക്കുക.